നേമത്ത് മാത്രമല്ല തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും ഒരു വലിയ ത്രികോണപ്പോര് നടക്കുന്നുണ്ട്. LDF-ന്റെ VK പ്രശാന്തും UDF-ന്റെ K മുരളീധരനും NDA-യുടെ R ശ്രീലേഖയുമാണ് സ്ഥാനാർത്ഥികൾ. അവിടുത്തെ ചിത്രം നോക്കിവരാം. ഡീൽ വിവാദം മുതൽ പാർട്ടി പരിപാടിയിലെ സ്ഥാനാർത്ഥിയുടെ ഇറങ്ങിപ്പോക്ക് വരെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയായ മണ്ഡലം. 3 മുന്നണികൾക്കും ഒരുപോലെ സാധ്യതയുള്ള മണ്ഡലം. പ്രചരണത്തിന്റെ അവസാന ലാപ്പിലും മണ്ഡലത്തിന് എങ്ങോട്ടാണ് ചായ്വെന്നുള്ളത് അവ്യക്തം. വട്ടിയൂർക്കാവ് തന്നെ കൈവിടില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. എന്ത് ഡീലുണ്ടെങ്കിലും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയത്തിൽ ആ ഡീലുകളൊന്നും വിജയത്തിനെ ബാധിക്കില്ല. പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലും ഡീൽ ആരോപണ മണ്ഡലത്തിൽ ശക്തമായ ചർച്ചാ വിഷയമാക്കി നിലനിർത്തുകയാണ് സിറ്റിംഗ് MLA കൂടിയായ VK പ്രശാന്ത്. ശ്രീ K മുരളീധരൻ അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, പലയിടത്തും മന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് മോശമല്ലാത്തൊരു വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ച വലിയ മുന്നേറ്റം തന്നെയാണ് NDA സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്ക് പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും ആത്മവിശ്വാസം പകരുന്നത്. ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിട്ട് വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ജയിച്ചു വന്നതും ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ ചെയ്യുന്ന സേവനങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം, അവരത് കാണുന്നുണ്ട്. ഒന്ന് മാറ്റി ചിന്തിക്കൂ, എനിക്കൊരവസരം തരൂ, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. 3 മുന്നണികൾക്കും മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. ഇടതിനും വലതിനുമൊപ്പം നിന്നിട്ടുള്ള മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് NDA-യുടെ പ്രതീക്ഷ. ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.